ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന ആകെ പേടിച്ച് ഭയന്നിരിക്കുന്നുണ്ട്. കാരണം ചിന്നുവിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതെ അനിയന്മാരോടൊക്കെ ചെന്ന് അന്വേഷിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ചു വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് അവൾ കോളേജിലും എത്തിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ എവിടെ പോയി എന്ന് എങ്ങനെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അർച്ചന ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. അവൾ എന്താ കോളേജിൽ പോവാണെന്ന് പറഞ്ഞിട്ടാണല്ലോ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവൾ എവിടേക്ക് പോയി? മഞ്ജു നിനക്കറിയോ, രമ്യ നിനക്കറിയോ എന്നൊക്കെ അവരോടൊക്കെ തിരക്കുന്നുണ്ട്. അറിയില്ല, അവൾ കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് മഞ്ജു കള്ളം പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വിജയശങ്കറും അതുപോലെ തന്നെ സീതമ്മയും അവരുടെ എല്ലാ ഫാമിലിയും കൂടെ അവിടെ പൂജയും വഴിപാടുകളൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. ചിന്നുവിനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇനി അമ്മ വന്നാൽ അന്വേഷിക്കുമോ, വൈകി പോയല്ലോ, ഇനി അമ്മയോട് പറയാത്തതിന് അമ്മ ശകാരിക്കുക എന്നൊക്കെയുള്ള ഭയത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട്, ഇവിടെ പുതിയൊരു പൂജയും കൂടെ ഉണ്ട്, ഇന്ന് പൗർണമി ആയതുകൊണ്ട് അതുകൊണ്ട് അതിനും കൂടെ പങ്കെടുത്തിന് ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ചിന്നുവിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, അത് ഒരുപാട് സമയം വൈകും, അമ്മ അറിയാതെ ഞാൻ വന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സീതാമ്മ പറഞ്ഞു, എന്തായാലും മോളെ, എന്തായാലും വന്നില്ലേ, ഞാൻ പറഞ്ഞോളാം അമ്മയോട്, നീ പേടിക്കണ്ട, ഈ പൂജയും കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. നിനക്ക് കണക്കിൽ നിന്ന് കിട്ടോടി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്, മനസ്സിൽ കരുതുന്നുണ്ട്. പിന്നീട് നമ്മുടെ ചിന്നുവിനെ ചതിക്കാനായിട്ട് ചന്ദ്ര ഒരു തീരുമാനം എടുക്കുന്നത്, ആ കൊടും കാട്ടിനുള്ളിൽ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഓരോ നുണക്കഥകളും പറഞ്ഞ് നമ്മുടെ ചിന്നുവിനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. തൊഴാനാണെന്നുള്ള മുഖേന അവളെ അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ചിന്നുവിനെ ഭയപ്പെടുത്താനായിട്ട് കുറേ ആളുകളെ ഏർപ്പാടാക്കുന്നുണ്ട്. ചിന്നു ചന്ദ്രയും വിശ്വസിച്ച് അവളുടെ കൂടെ ചെന്ന് വലിയൊരു ചതിയിൽ പെടുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട ആ കാട്ടിൽ നമ്മുടെ ചിന്നുവിനെ അവിടെ തനിച്ചാക്കി ചന്ദ്ര അവിടെ നിന്ന് മാറുന്നുണ്ട്. ചിന്നു ചെറിയമ്മ എന്ന് വിളിച്ച് അന്വേഷിക്കുമ്പോൾ ചന്ദ്ര അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ വന്ന് നമ്മുടെ ചിന്നുവിനെ ഭയപ്പെടുത്തുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നു ആകെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് ആകെ അവളെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടാതെ ആകെ കരയും, ദേഷ്യപ്പെടും, ശകാരിക്കൊക്കെ ചെയ്യുന്നുണ്ട്.